ഇപ്പോൾ ഡൽഹിയിലെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെ മുമ്പിൽ പ്രതിഷേധം നടക്കുന്നതാണ് വിവരം. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് ഡൽഹിയിൽ പാറ്റ ഇറങ്ങുകയാണ്. പാറ്റയുടെ സ്ഥാപകൻ ഡൽഹിയിൽ ഇന്ന് രാവിലെ 7:21 ഇറങ്ങിയതാണ്. അദ്ദേഹം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അഭിജിത്ത് ദിബ്കെ കാത്ത് ഒരുപാട് ആളുകാർ അവിടെ നിൽപ്പുണ്ട്. എന്നാൽ പ്രതിഷേധിക്കാൻ ആളുകൾ ആരും എയർപോർട്ടിലേക്ക് വരേണ്ടെന്ന് പറയുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹിയിൽ പാറ്റകളുടെ പ്രതിഷേധം നടക്കുകയാണ്. പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് ദൃശ്യമാണ്. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ബൽറാം നെടുങ്ങാടി ഇതിനിടയിൽ എവിടെയോ ഉണ്ടെന്നാണ്. ബൽറാം ഉണ്ടെങ്കിൽ കൈപൊക്കി കാണിക്കാം. ഓക്കെ 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 ഡൽഹിയിൽ നിന്ന് കൈപൊക്കിയാൽ ഇങ്ങനെ കൊച്ചി വരെ കാണാൻ പറ്റും. देखिए, हम लोग शांतिपूर्वक आए हैं यहाँ पे, शांतिपूर्वक आए, पुलिस वालों से कोऑपरेशन मांग रहे हैं हम लोग, तो इसलिए हम लोग का एक्सपेक्टेशन है ज्यादा भी आएंगे, बहुत ज्यादा आएंगे, बहुत ज्यादा आएंगे, लेकिन सब लोग पीसफुली आएंगे। ये हम लोग पीसफुली एक डिमांड करिए, आप लोगों से 500 लोग आएंगे और पुस्तक लेकर आए जी, ऐसे हमें कोई नजर नहीं आ रहा है। आपको और कोई क्वेश्चन है तो आप पूछिए। देखिए, हम लोगों ने 9:30 बजे का कॉल किया है लोगों को आने के लिए। जब ये प्री प्लान मैंने कॉल तो दिया है। एक मिनट भाई, आराम से यार, पीछे आराम से नंदो പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധമാണ് കാണുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷയിലും അതുപോലെ CBSE പരീക്ഷയിലുണ്ടായ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പാറ്റകൾ ഡൽഹിയിൽ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദിബ്കെ ഡൽഹി വിമാനത്താവളത്തിന് രാവിലെ 7:21 ഇറങ്ങിയെങ്കിലും അദ്ദേഹം ഇതുവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിട്ടില്ല. വലിയൊരു പോലീസ് സംഘം അദ്ദേഹത്തിന് അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി അവർ എന്തെങ്കിലും ചോദ്യം ചെയ്യുകയാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അദ്ദേഹത്തിനെ പാർലമെന്റിലെ പോലീസ് സ്റ്റേഷൻ എത്തിക്കുമെന്നാണ് വിവരം. ഇപ്പോൾ വിനീത VG കൂടി നമുക്കൊപ്പം ചേരുന്നത്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവിടെ നടക്കുന്നത്? നമുക്ക് ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. CJPയുടെ വക്താവ് അദ്ദേഹം ഇവിടെ एक मिनट, आप लोग ये क्या पीछे रखो भाई, मतलब कि रुक जाओ भाई, रुक जाओ सर, आपको परमिशन। एक मिनट, हम लोग थोड़ा रोड आ जाए, यहीं कर लो भाई, बहुत ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അഭിജിത്ത് ദിബ്കെ ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിച്ചേരും. രാവിലെ 8 മണിയോടുകൂടി അവരുടെ വക്താവ് ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് സൗരഭാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം CJPയുടെ വക്താവാണ്. അദ്ദേഹം മീഡിയയോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. ഡൽഹിയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം പാറ്റകൾ ആദ്യമായി ഓൺലൈൻ വിട്ട് ഓഫ്ലൈനിലേക്ക് ഇറങ്ങുന്ന ദിവസമാണെന്ന് जाने नहीं दे रहे, वो जाने नहीं दे रहे। मीडिया कंट्रोल कीजिए सर। पहले एक बाइट सर, एक और आप यहाँ पे आए हैं, अरे आराम से बात कर लो भाई। ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം നടക്കുക. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നാണ് അഭിജിത്ത് ദിബ്കെ ഉള്ളവർ എല്ലാവരും പറയുന്നത്. മാത്രമല്ല, തന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് ആരും വരേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഡൽഹി എയർപോർട്ടിലുണ്ട്. അദ്ദേഹത്തിനെ പോലീസ് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം
ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന CJPയുടെ പ്രതിഷേധത്തിന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അനുമതിയുണ്ട്. അവർക്ക് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനുള്ള അനുമതി ലഭിച്ചുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 14 ദിവസങ്ങൾക്ക് മുമ്പ് അനുമതി തേടിയാൽ മാത്രമേ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ നടത്താൻ കഴിയൂ. എന്തായാലും CJP, ആം ആദ്മി പാർട്ടി പോലെ CJPയും ജന്തർ മന്ദറിൽ നിന്നൊരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തുന്നു. ആദ്യമായിട്ട് CJP പ്രവർത്തകർ അണിചേരുകയാണ് ഡൽഹിയിൽ. ഒരു സംഘടിതമായ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടികൾ ഡൽഹിയിൽ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ആളുകൾ ഇതിൽ പങ്കെടുക്കുന്ന പോലീസിനൊരു സൂചനയുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.